നമസ്കാരം. PSC മെന്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഈ ഒരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്ക് ഗ്യാരണ്ടി കിട്ടും എന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് 1857 റിവോൾട്ട് അഥവാ ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇപ്പൊ കഴിഞ്ഞ LGSന്റെ പേപ്പേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ 30-ാം തീയതി നടന്ന പേപ്പർ ആയാലും അതിന് തൊട്ട് മുമ്പ് 23-ാം നടന്ന പേപ്പർ ആയാലും ഇതൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരേ ഏരിയയിൽ നിന്ന്, അതായത് നിങ്ങൾക്ക് മിനിമം എഫേർട്ടിൽ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായ ഒരു മാർക്ക് നിങ്ങൾക്ക് കൈവരിക്കും. അത്രയും എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. അപ്പോൾ ഈ ചുരുങ്ങിയ സമയം നിങ്ങൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ അത് ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് ഷുവർ ആണ്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. അപ്പൊ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കാൻ ഇടയായിട്ടുള്ള സാഹചര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം, സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ഇപ്പോ ആ എൻഫീൽഡ് റൈഫിൾ, അതായത് പന്നിക്കൊഴുപ്പ് മൃഗക്കൊഴുപ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ എൻഫീൽഡ് റൈഫിൾസിന്റെ കടന്നു വരവ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു, ഒരു കാരണമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് മാത്രമല്ല, അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് പൊട്ടിപ്പുറപ്പെടാനുള്ള അവസാനത്തെ ഒരു കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. പക്ഷെ അതിനും പിന്നിലേക്ക് നമുക്ക് ഒരുപാട് കാരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ ബ്രിട്ടീഷുകാർ ഇവിടെ കൊണ്ടുവന്നിട്ട് നടപ്പിലാക്കിയിട്ടുള്ള ഒരുപാട് പോളിസികൾ, ഇപ്പോൾ റിലീജിയസ് ആയിട്ടുള്ള മതപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ സതിയെ നിരോധിച്ചുകൊണ്ട് സതി റെഗുലേഷൻ ആക്ട് അല്ലെ, 1829 വില്യം ബെന്റിങ്ങിന്റെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള സതി റെഗുലേഷൻ ആക്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ വിഡോ റീമാരേജ് ആക്ട്, വിധവകൾക്ക് വീണ്ടും വിവാഹം കഴിക്കാൻ അനുവാദം നൽകുന്ന വിഡോ റീമാരേജ് ആക്ട് നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെ സാമൂഹികമായി നടത്തിയിട്ടുള്ള ഒരുപാട് പരിഷ്കരണങ്ങൾ. അതുപോലെ തന്നെ ബ്രിട്ടന്റെ പല പല പോളിസികൾ, ഇപ്പൊ ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് അഥവാ ദത്തവകാശ നിരോധന നിയമം ആരെ കൊണ്ടുവന്നത്? ഡൽഹൌസി ആണ് അല്ലെ, ഡൽഹൌസിയാണ് കൊണ്ടുവന്നത്. ഇതൊക്കെ എപ്പോഴും PSC എടുത്തെടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന മേഖലയാണ്. അങ്ങനെ ദത്തവകാശ നിരോധന നിയമം, അങ്ങനെയുള്ള നിയമങ്ങൾ വഴി ഇവിടുത്തെ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടനെതിരെ തിരിയാണ്. അതിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഝാൻസി റാണി അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങൾ, പിന്നെ എക്കണോമിക്കൽ ആയിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. ബ്രിട്ടൻ ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള പോളിസീസ് ഉണ്ടല്ലേ, റവന്യൂ സെറ്റിൽമെന്റ് പോളിസീസ്, ഇപ്പൊ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, അതുപോലെ റൈറ്റ് വാരി മഹൽവാരി ഇതുപോലുള്ള സമ്പദ് വ്യവസ്ഥകൾ, അതുപോലെ പോളിസികൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ റിവോൾട്ടിലേക്ക് നയിക്കാനായിട്ടുള്ള കാരണങ്ങളായിട്ട് പറയാം. പിന്നെ ആർമിയുടെ ഇടയിൽ തന്നെ, ഉദ്യോഗസ്ഥരുടെ ഇടയിൽ തന്നെയുള്ള വേർതിരിവുകൾ, വർണ്ണ വിവേചനങ്ങൾ, ഇന്ത്യക്കാരെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഹയർ പോസ്റ്റുകളിലേക്ക് എത്താനായിട്ട് ഇവർ സമ്മതിക്കില്ല അല്ലെ. അവർ എത്ര കഴിവുള്ളവരായിക്കോട്ടെ, അവർ ഒരിക്കലും ഹയർ പോസ്റ്റിലേക്ക് എത്താൻ സമ്മതിക്കില്ല. അത് മാത്രമല്ല, പ്രത്യേകിച്ച് ഒരു അലവൻസും കൊടുക്കാതെ തന്നെ വിദേശ രാജ്യങ്ങളിൽ കമ്പൽസറി ആയിട്ട് ജോലി ചെയ്യണമെന്ന് ഇവരെ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെയാണ് ഇങ്ങനെയുള്ള ഈ പറഞ്ഞ എൻഫീൽഡ് റൈഫിൾസിന്റെയും അതുപോലെ തന്നെ ഗോതമ്പ് മാവിൽ എല്ലുപൊടി ചേർത്തുന്നുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. സോ ഈ കാരണങ്ങൾ എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ 57 റിവോൾട്ട് പൊട്ടിപ്പുറപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ അതിന് നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് അറിയപ്പെടുന്ന വിപ്ലവമാണ് 1857 വിപ്ലവം. ഇത് നടക്കുന്ന ഡേറ്റ് പലതവണ LGS പോലുള്ള പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. PYQ ആണ്, നോട്ട് ചെയ്ത് വെച്ചോളുക. 1857 മെയ് 10-നാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. ഓക്കെ, ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ സ്ഥലം എന്ന് പറയുന്നത് മീററ്റ് ആണ്. മീററ്റ്, ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ഈ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. 1857 വിപ്ലവത്തിലെ ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനവും ഉത്തർപ്രദേശാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്തോളുക. 1857 കലാപത്തെ ബ്രിട്ടീഷുകാർ അഥവാ ഇംഗ്ലീഷുകാർ വിശേഷിപ്പിച്ചത് ഡെവിൾസ് വിൻഡ് അഥവാ ചെകുത്താന്റെ കാറ്റ് എന്നാണ്. ചെകുത്താന്റെ കാറ്റ് അഥവാ ഡെവിൾസ് വിൻഡ് എന്ന് വിശേഷിപ്പിച്ച കലാപം എന്ന് പറയുന്നത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. കാരണം ഇതുപോലുള്ള വിശേഷണങ്ങൾ ചേർത്തിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, PSC ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള വിശേഷണങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചോളാം. ഇനി ആദ്യത്തെ രക്തസാക്ഷിയായിട്ടുള്ള 57 റിവോൾട്ടിന്റെ ആദ്യത്തെ രക്തസാക്ഷിയായിട്ടുള്ള മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയത് 1857 ഏപ്രിൽ 8-നാണ്. ഓക്കെ, ഏപ്രിൽ 8 1857 ആണ്. ഇതും പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പലതവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മംഗൾ പാണ്ഡെ തൂക്കിലേറ്റിയ വർഷം, മംഗൾ പാണ്ഡെ അംഗമായിരുന്ന പട്ടാള യൂണിറ്റ് ആണ് 34 ബംഗാൾ ഇൻഫൻട്രി. ഓക്കെ, 34ാമത്തെ ബംഗാൾ ഇൻഫൻട്രിയുടെ ഭാഗമായിരുന്നു മംഗൾ പാണ്ഡെ. 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. കാൺപൂരിൽ ഈ പറഞ്ഞ റിവോൾട്ട് നയിച്ചിരുന്ന വ്യക്തിയാണ് നാനാ സാഹിബ്. നാനാ സാഹിബിനൊക്കെ അതുവരെ പെൻഷനും അത്യാവശ്യം പദവികളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു ദത്തപുത്രനാണ്, എല്ലാവർക്കും അറിയാല്ലേ. അങ്ങനെ ഈ പദവികളൊക്കെ അദ്ദേഹത്തിന് കൊടുത്തിരുന്ന പെൻഷനൊക്കെ പിൻവലിച്ചത് ഇദ്ദേഹം ഈ ഒരു റിവോൾട്ടിലേക്ക് കടന്നു വരാനായിട്ടുള്ള ഒരു പ്രധാന കാരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അടുത്താണ് 1857
ഭാഗമായിട്ട് ബഹദൂർ ഷാ എന്തിയാണ് എംപറർ ഓഫ് ഇന്ത്യ അല്ലെ, ഇന്ത്യയുടെ പരമാധികാരിയായിട്ട് പറയുന്നുണ്ട്, നമ്മൾ അവരോധിക്കുന്നുണ്ട് അല്ലെ ബഹദൂർ ഷാ രണ്ടാമനെ, മുഗൾ രാജാവായിട്ടുള്ള ബഹദൂർ ഷാ രണ്ടാമനെ. ഇതുവഴി ഇന്ത്യക്കാരുടെ കോൺഫിഡൻസ് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് ഈ ഒരു കാരണം. ഇദ്ദേഹത്തെ എന്താണ് നാട് കടത്തുന്നുണ്ട്. ഈ റിവോൾട്ട് അടിച്ചമർത്തിയതിനു ശേഷം ബഹദൂർ ഷാ എന്തിയാണ് റങ്കൂണിലേക്ക് നാട് കടത്തുന്നുണ്ട് എന്നുള്ള കാര്യം നോക്കുക. അടുത്ത 1857 റിവോൾട്ടിന്റെ ചിഹ്നമായിട്ട് കണക്കാക്കുന്നതാണ് താമരയും ചപ്പാത്തിയും. താമരയും ചപ്പാത്തി എന്ന് പറയുന്നത് 1857 റിവോൾട്ടിന്റെ ചിഹ്നമായിട്ട് കണക്കാക്കുന്നതാണ്. അടുത്തതാണ് PSC പോയിന്റ് ഓഫ് വ്യൂ, എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ദത്തവകാശ നിരോധന നിയമം അഥവാ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അല്ലെ. അതായത് തന്റെ ബ്ലഡ് ലൈനിൽ ഒരു മെയിൽ ചൈൽഡ് ഇല്ലെങ്കിൽ ആ രാജാവിന്റെ രാജ്യത്തെ എന്ത് ചെയ്യാൻ പറ്റും, ബ്രിട്ടന് അനക്സ് ചെയ്യാൻ പറ്റും, പിടിച്ചെടുക്കാൻ പറ്റും. ഇതാണ് ദത്തവകാശ നിരോധന നിയമം. ദത്ത് പുത്രന്മാർക്ക് രാജ്യാധികാരം കൊടുക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ആ ഒരു പ്രശ്നത്തിന് കീഴിലാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം കാരണമാണ് ഝാൻസി റാണി എന്ത് ചെയ്തത്, ബ്രിട്ടനെതിരെ സമരം ചെയ്യാൻ അല്ലെങ്കിൽ യുദ്ധം ചെയ്യാനായിട്ട് കാരണമായത്. ഇത് കൊണ്ടുവന്ന വ്യക്തിയുടെ പേര് ഇത്തവണ 30-ാം തീയതി ചോദിച്ച LGS എക്സാമിന് ചോദിച്ചു. ഇത് ഡൽഹൌസി അല്ലെ, ഡൽഹൌസി പ്രഭു ആണ് ഇതെന്ത് ചെയ്യുന്നത്, ഈ ഒരു ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവരുന്ന ഗവർണർ ജനറൽ. നോട്ട് ദ പോയിന്റ്. ഡൽഹൌസി ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അല്ലെ, അപ്പൊ ഡിയും ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വെച്ച് പഠിക്കാം. അടുത്ത 1857 വിപ്ലവത്തിലെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ഝാൻസി റാണിയാണ് അല്ലെ. കാര്യം ഝാൻസി റാണിയുടെ സമര വീര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലെ. ആ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന വ്യക്തി ഝാൻസി റാണിയാണ്. അത് ക്യൂൻ ഓഫ് ഝാൻസി എന്ന പുസ്തകം രചിച്ചത് മഹാശ്വേത ദേവിയാണ് കേട്ടോ. ക്യൂൻ ഓഫ് ഝാൻസി എന്ന പുസ്തകം രചിച്ചത് മഹാശ്വേത ദേവിയാണ്. ജവഹർലാൽ നെഹ്റു ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്നാണ് ഝാൻസി റാണിയെ ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന പട്ടാളം മേധാവിയായിട്ടുള്ള ഹ്യൂഗ് റോസ് വിശേഷിപ്പിച്ചതും ഝാൻസി റാണിയാണ്. ഈ ഹ്യൂഗ് റോസ് ആണ് ഝാൻസി റാണിയെ പരാജയപ്പെടുത്തുന്നതും ഝാൻസി എന്ന പ്രദേശത്തെ റിവോൾട്ടിനെ അടിച്ചമർത്തുന്നതും ഹ്യൂഗ് റോസ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എങ്ങനെ ഓർത്തിരിക്കും, ഝാൻസി റാണിക്ക് ബ്രിട്ടൻ എന്ത് ചെയ്തു, റോസ് കൊടുത്തു എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ആ ഒരു കോഡ് മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഝാൻസി റാണിയുടെ അവിടുത്തെ സമരത്തെ അടിച്ചമർത്തിയത് ഹ്യൂഗ് റോസ് ആണ് എന്ന് നിങ്ങൾക്ക് ഓർത്തു വയ്ക്കാൻ സാധിക്കും. അടുത്താണ് ഝാൻസി റാണി വീരമൃത്യു വരിച്ചത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, വർഷം ചോദിച്ചിട്ടുണ്ട്. 1858 ജൂൺ 17 ഝാൻസി റാണി വീരമൃത്യു വരിച്ചത്. 1857 വിപ്ലവ സമയത്തുള്ള ബ്രിട്ടീഷ് ഗവർണർ കാനിങ് പ്രഭു ആണ് കേട്ടോ. ലോർഡ് കാനിങ് ആണ് ബ്രിട്ടീഷ് ഗവർണർ. അതിനുശേഷം ആദ്യത്തെ വൈസ്രോയും, ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയിമാരാണ് ലോർഡ് കാനിങ് ആണ്, അഥവാ കാനിങ് പ്രഭു ആണ്. 1857 വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് സൈനിക തലവനായിട്ട് അറിയപ്പെടുന്നത് കൊളിൻ ക്യാമ്പൽ ആണ് കേട്ടോ. കൊളിൻ ക്യാമ്പൽ ആണ് സൈനിക തലവൻ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച നേതാവാണ് താന്തിയ തോപ്പി. കാൺപൂരിലെ ഇത് പറഞ്ഞ റിവോൾട്ട് ലീഡ് ചെയ്തിട്ടുള്ള വ്യക്തിയായിട്ടുള്ള നാനാ സാഹിബിന്റെ വലങ്കയായിരുന്നു താന്തിയ തോപ്പി കേട്ടോ. താന്തിയ തോപ്പി, അസീമുള്ള പോലുള്ള വ്യക്തികൾ നാനാ സാഹിബിനെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നാനാ സാഹിബിന്റെ വലങ്കയാണ് താന്തിയ തോപ്പി. അദ്ദേഹമാണ് ഗറില്ല യുദ്ധത്തിൽ എന്ത് ചെയ്തത്, 1857 ബ്രിട്ടനെ നേരിട്ടത്. അടുത്താണ് നാനാ സാഹിബിന്റെ സൈനിക ഉപദേഷ്ടാവായിരുന്നു താന്തിയ തോപ്പി. നമ്മളിപ്പോ പറഞ്ഞു അല്ലെ. താന്തിയ തോപ്പിയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുന്നത് 1889 അതുപോലെ ബീഹാർ സിംഹം എന്നറിയപ്പെടുന്ന, അപ്പൊ ബീഹാറിൽ 57 റിവോൾട്ട് നയിച്ചിരുന്ന വ്യക്തി എന്ന് പറയുന്നത് കൻവർ സിംഗ് ആണ്. അപ്പൊ ബീഹാർ സിംഹം എന്നറിയപ്പെടുന്ന വ്യക്തിയും കൻവർ സിംഗ് ആണ് കേട്ടോ. ഈ ബീഹാർ അല്ലെങ്കിൽ ആര എന്ന് ചോദിക്കും കേട്ടോ. ആര എന്ന് പറയുന്ന സ്ഥലം വെച്ച് വേണമെങ്കിലും കൻവർ സിംഗിന് ചോദിക്കാം. അത് ചോദിച്ചു കഴിഞ്ഞാലും ബീഹാർ ചോദിച്ചു കഴിഞ്ഞാലും ഒക്കെ അവിടെ നയിച്ചിരുന്ന വ്യക്തി എന്ന് പറയുന്നത് കൻവർ സിംഗ് ആണ്. അടുത്ത വിപ്ലവത്തിന്റെ പ്രധാന ഫലങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്താ, ഈ ഒരു റിവോൾട്ട് അവസാനിച്ചപ്പോൾ 1858 അന്നത്തെ രാജ്ഞിയായിട്ടുള്ള വിക്ടോറിയ രാജ്ഞി എന്താണ് ഒരു പ്രഖ്യാപനം നടത്താണ്, ഒരു വിളംബരം നടത്താണ് അല്ലെ. അതുവരെ ഉണ്ടായിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആ ഒരു അധികാരങ്ങളൊക്കെ എടുത്തു കളഞ്ഞുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ കൊണ്ടുവരികയാണ്, അഥവാ ക്രൗൺ റൂളിന്റെ അണ്ടറിൽ കൊണ്ടുവരികയാണ് എന്നുള്ള ഒരു മഹത്തായ പ്രഖ്യാപനമൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയാണ്. പിന്നെ 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിയമപ്രകാരം കമ്പനിയുടെ ഇന്ത്യയിലെ ഭരണം നഷ്ടമാവുകയാണ്. അതിനുശേഷം എന്താണ്, ബ്രിട്ടൻ നേരിട്ട് ഭരണം ഏറ്റെടുക്കുകയാണ്. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വിളംബരമാണ് 1858 ക്യൂൻ വിക്ടോറിയയുടെ വിളംബരം. അങ്ങനെ 1858 വിളംബരത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണാധികാരിയായിട്ട് ആര് മാറുകയാണ്, ബ്രിട്ടീഷ് രാജ്ഞിയായിട്ടുള്ള വിക്ടോറിയ മാറുകയാണ്. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് 1857 റിവോൾട്ടിനെ കുറിച്ചുള്ള, വിപ്ലവത്തെ കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളാണ്. കുറച്ച് വ്യക്തികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ റിവോൾട്ടിനെ പല രീതിയിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. കാരണം
വിശേഷണങ്ങൾ വെച്ചുകൊണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ PSC കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ LGS ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് വില്യം ബെന്റിക്ക് പറഞ്ഞിട്ടുള്ള ഒരു കോട്ട് വെച്ചിട്ട് ഒരു പ്രസ്താവന വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ അങ്ങനെയുള്ള വിശേഷണങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം. സോ അത് ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഒന്നാമത്തെന്ന് പറയുന്നത് 1857 വിപ്ലവത്തെ ശിപായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ജോൺ ലോറൻസ് ആണ് കേട്ടോ. ജോൺ ലോറൻസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിനെ ശിപായി ലഹള എന്ന് വിശേഷിപ്പിച്ചത്. പക്ഷേ VD സവർക്കർ അതിനെ എന്താ പറഞ്ഞത്, ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇനി 1857 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് VD സവർക്കർ ആണ്. ഈ വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച വിദേശിയാണ് കാൾ മാക്സ് കേട്ടോ. കാൾ മാക്സ് അദ്ദേഹത്തിന്റെ പത്രമായിട്ടുള്ള ന്യൂയോർക്ക് ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞ പത്രത്തിൽ കൂടെയാണ് കാൾ മാക്സ് എന്ത് ചെയ്യുന്നത്, ഇതിനെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യൻ ആയിരുന്നു വെച്ച് കഴിഞ്ഞാൽ VD സവർക്കറും, വിദേശിയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ കാൾ മാക്സും ആണ്. ഈ വിപ്ലവത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് SB ചൗധരിയാണ്. 1857 വിപ്ലവത്തെ ബ്രിട്ടീഷ് പാർലമെന്റിലെ ദേശീയ കലാപം എന്ന് വിശേഷിപ്പിച്ചത് ബെഞ്ചമിൻ ഡിസ്രേലിയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഉയർത്തെഴുന്നേൽക്കൽ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് വില്യം ഡാർലിബിൾ. ആദ്യത്തേതുമല്ല, ദേശീയ തലത്തിലുള്ള സ്വാതന്ത്ര്യ സമരമല്ല എന്ന് വിശേഷിപ്പിച്ചതാണ് RC മജുംദാർ. അതിന് ആദ്യത്തേതുമല്ല, കാര്യം ഈ റിവോൾട്ട് എന്ന് പറയുന്നത് 57 റിവോൾട്ട് എന്ന് പറയുന്നത് കേവലം എന്താണ്, അതിന്റെ ഒരു ഇന്ത്യയുടെ മൊത്തം ഏരിയ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ 10% പോലും ഇല്ലായിരുന്നു. അത്രയും ചുരുങ്ങിയ സ്ഥലങ്ങളിൽ മാത്രമാണ് ഇതിന്റെ ഒരു ഇമ്പാക്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഇന്ത്യ മൊത്തം ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു ദേശീയ കലാപമായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ചില വ്യക്തികൾ RC മജുംദാറിനെ പോലുള്ള വ്യക്തികൾ എന്താണ്, ഇതിന് ആദ്യത്തേതുമല്ല, ദേശീയ തലത്തിലുള്ള ഒരു സ്വാതന്ത്ര്യ സമരവും അല്ല എന്നൊക്കെ വിശേഷിപ്പിക്കാനുള്ള റീസൺ. അടുത്താണ് PSC പോയിന്റ് ഓഫ് വ്യൂല് ഈ ഒരു ടോപ്പിക്കിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. 1857 ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പ്രധാനമായി ഈ റിവോൾട്ട് പൊട്ടിപ്പുറപ്പെട്ടത്, അത് മാത്രമല്ല അവിടെ ആരൊക്കെയാണ് നയിച്ചത്. ഇത് പലതവണ മാറിയും തിരിഞ്ഞ് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലായിക്കോട്ടെ, മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ആയിക്കോട്ടെ, ഇങ്ങനെ പല രീതിയിൽ PSC ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു മേഖല വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1857 വിപ്ലവത്തിന്റെ പ്രധാന നേതാക്കന്മാർ ഉറപ്പായിട്ട് നോക്കിയിരിക്കാം. ആ നേതാക്കന്മാർ എന്ന് പറയുന്നത് ഒന്ന് ഝാൻസി, അതുപോലെ ഗോളിയാർ. ഇവിടെ നയിച്ചിട്ടുള്ളത് ഝാൻസി ആരാണ്, റാണി ലക്ഷ്മിബായി ആണെന്ന് നമുക്കറിയാം. പക്ഷെ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ നോക്കി വെക്കേണ്ടതാണ്, ഗോളിയറിലും ചോദിച്ചാലും റാണി ലക്ഷ്മിബായി ആണ്. അടുത്തത് ബീഹാർ ജഗദീഷ്പൂർ, അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പഠിച്ച ആരാ ചോദിച്ചു കഴിഞ്ഞാലും കൻവർ സിംഗ് ആണ് അല്ലെ, ബീഹാറിലെ സിംഹം എന്നറിയപ്പെടുന്ന കൻവർ സിംഗ്. അടുത്തത് ഡൽഹി ചോദിച്ചു കഴിഞ്ഞാൽ ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനുമാണ്. ആസാം ചോദിച്ചു കഴിഞ്ഞാൽ ദിവാൻ മണിറാമാണ്. കാൺപൂർ ചോദിച്ചു കഴിഞ്ഞാൽ നാനാ സാഹിബ്, താന്ത്യ തോപ്പി, അസീമുള്ള ചോദിച്ചു കഴിഞ്ഞാലും കാൺപൂർ തന്നെയാണ്. അടുത്തത് ലക്നൗ, അവധ്, ആഗ്ര, ബീഗം ഹസ്രത് മഹലാണ്. കാര്യം ലക്നൗ, അവധിലെ റൂളർ ആയിട്ടുള്ള വാജിദ് അലി ഷാ, അവധിനെ എന്ത് ചെയ്യാണ്, ബ്രിട്ടൻ അനക്സ് ചെയ്യുന്നു എന്നുള്ള കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ആ അനക്സേഷന് ശേഷം അവധിനെ പിടിച്ചെടുത്തതിന് ശേഷം വാജിദ് അലി ഷായെ ആ റൂളർ എന്ന സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ബീഗം ഹസ്രത് മഹൽ. അങ്ങനെ ബീഗം ഹസ്രത് മഹൽ ആണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ലക്നൗ, അവധ്, ആഗ്ര പോലുള്ള സ്ഥലങ്ങളിൽ ഈ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത്. അടുത്താണ് ഫൈസാബാദിൽ മൗലവി അഹമ്മദ് ഉള്ളയാണ് ഈ റിവോൾട്ടിന് നേതൃത്വം കൊടുത്തത്. ദെൻ ബറയില് ഖാൻ ബഹദൂർ. അപ്പൊ ഇപ്പൊ ഈ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇത്രയും സ്ഥലങ്ങളിൽ അല്ലാതെ വേറെ സ്ഥലങ്ങൾ വേണമെങ്കിൽ PSCക്ക് ചോദിക്കാം. അവിടെ പക്ഷെ നിങ്ങൾ അറിയില്ല എന്ന് കരുതി മാറി നിൽക്കണ്ട. നിങ്ങൾക്ക് അറിയാവുന്ന ഈ നോളജ് വെച്ച് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുക. ഏതെങ്കിലും ഒരു ഓപ്ഷൻ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അപ്പൊ ഈ പറഞ്ഞ ഏരിയാസ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോളുക. അപ്പൊ 1857 റിവോൾട്ടിനെ കുറിച്ച് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് ടഫായിട്ടുള്ള ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. അതുമായിട്ട് നമ്മൾ ഉറപ്പായിട്ടും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.